ഇവിടെ അച്ഛനില്ലാന്ന് തോന്നുന്നു. വാ. എടാ ഇത് നിന്റെ സ്വന്തം വീടല്ലേ, നിന്റെ ആരെ പിടിക്കുന്ന അച്ഛനെയാ? അല്ലടാ, ഫീസ് അടക്കാൻ തന്ന പൈസ ഓസി ഇറക്കുന്ന നിന്റെ കൂടെ സപ്ലി അടിച്ചെടുക്കുന്ന എന്നെ പിന്നെ അങ്ങേരെ പിടിച്ച് ഉമ്മ വെക്കും. ഈ കേരളത്തിലെ തന്തമാര് വന്നത് ഭയങ്കര ടോക്സിക് ആവുന്നുണ്ട് കേട്ടോ. നിന്റെ തന്ത ഇതുപോലെ പ്ലാസ്റ്റിക് ആണ്. ടോക്സിക്. എന്നാലും ഇവര് എന്ത് കണ്ടിട്ട് അഹങ്കരിക്കാന്ന് എനിക്ക് മനസ്സിലാവാത്ത. എന്തായാലും നമ്മളെ കണ്ടിട്ടല്ല. ഇത്രയും പരിക്കാൻ ഇവര് നമുക്ക് എന്തോന്നും ചെയ്യുന്നു. എടാ ഭക്ഷണം തരുന്നില്ലേ? ഭക്ഷണോടാ ഇവിടെ കേറി കിടക്കാൻ വീട് തരുന്നില്ലേ? ഇവിടെ നമ്മുടെ വീട്, സ്വന്തം വീടാ. ഇതെല്ലാം പോട്ടെ, പെട്രോൾ അടിക്കാൻ പൈസ തരുന്നില്ലേ? എടാ അത് നമ്മൾ വാങ്ങിയതല്ലോ, നിന്റെ അച്ഛൻ വാങ്ങിയതന്നല്ലേ. അപ്പൊ ഞാൻ അച്ഛന്റെ മോൻ. നിന്നെ മനസ്സിലായി. എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊന്നും ഞാൻ മറക്കാറില്ല. ഞാൻ ഇവനാണെന്നാ ചോദിച്ചത്. എന്റെ കൂട്ടുകാരനെ. ഓ, മറ്റൊരാൾക്ക് പറ്റിയ മറ്റൊരാൾ. ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സാർ. നിനക്ക് കുറെ സപ്ലി ഉണ്ടല്ലേ? കുറച്ച്. നിന്റെ വീട്ടിൽ നിനക്ക് പട്ടി വിലയാണ്. അതിനേക്കാളും കുറവാ. ഇന്നത്തെ തീയതി പോലും നിനക്ക് അറിയാൻ പാടില്ല. തീയതിയൊക്കെ ഞാൻ ഇപ്പൊ പറയാം. ക്ലോക്ക് എവിടെ? 24 മണിക്കൂറും വിശപ്പും. നിന്റെ അച്ഛന് ജോലിയും പൈസണ്ടല്ലേ? എടാ, ഇതിന്റെ ജോലി ഒന്നും പഠിക്കണ്ട. നീ ഇവന്റെ കൂട്ടുകാരനല്ലേ. ഇതിൽ കൂടുതൽ ഒന്നും ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അച്ഛനെ പറ്റി ഇവ എപ്പോഴും പറയാറുണ്ട്. ആണോ? ഇവൻ ഒരുത്തം കാരണം ഈ നാട്ടുകാർ പലതും എന്നെ പറ്റി പലയിടത്തും പറഞ്ഞു നടക്കുന്നുണ്ട്. അടുക്കളപ്പോ വല്ല ഞണ്ടിപ്പോ എനിക്ക് മതിയായി. അച്ഛ ഇവ എപ്പോഴും പറയും അച്ഛൻ എന്തുണ്ടാക്കിയാലും അടിപൊളിയാണ്. അങ്ങനൊന്നും ഇല്ലടാ. ഞാൻ ഉണ്ടാക്കിയ ചിലതൊക്കെ നല്ല രീതിയിൽ പാളിയിട്ടുണ്ട്. പൂർത്തിയായി.